ശ്രാവണ പൗർണമി സൗന്ദര്യമേ എൻ്റെ സൗഭാഗ്യമേ, ജന്മസാഫല്യമേ, നിന്റെ സിന്ദൂരാരുണവദനം നിറയെ പരിഭവമോ പരിഹാസമോ. ശ്രാവണ പൗർണമി സൗന്ദര്യമേ എൻ്റെ സൗഭാഗ്യമേ, ജന്മസാഫല്യമേ. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. വേദിയിൽ ഒട്ടേറെ പേരിരിക്കുന്നുണ്ട്. എല്ലാവരും പേർത്തും ഇവിടെ അവതരിക്കപ്പെട്ടു കഴിഞ്ഞു. വളരെ ആദരവോടെ തന്നെ പലരും ഇഷ്ടങ്ങൾ അറിയിച്ചു. ഞാൻ എല്ലാവരെയും പേര് പറയുന്നില്ല. സിബി സാർ, അതുപോലെ ജയരാജേട്ടൻ, ഹാഷിംജി തുടങ്ങി എല്ലാവരും ഞാൻ ഏറെ ആരാധിക്കുന്നവരാണ്. മോഹനേട്ടൻ, അനൗൺസ് ചെയ്തിരിക്കുന്ന യതീന്ദ്രൻ മാസ്റ്റർ, അതുപോലെ എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്. പല മുഖങ്ങളും എനിക്ക് അറിയുന്നവർ തന്നെയാണ്. എല്ലാവരോടും സ്നേഹം അറിയിച്ചുകൊണ്ട് സമഗ്രയുടെ ഈ വേദിയിൽ ഒരു പാട്ടുകൊണ്ട് ഈ ഒരു വേദിയെ സൗന്ദര്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കുഞ്ഞീഷ്ണമാഷ് പറഞ്ഞതുപോലെ വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു വേദി. അതിന് പ്രത്യേക കാരണം, ഒരു ഗായകൻ എന്ന നിലയ്ക്ക് ഞാനും അഭിനേതാവ് എന്ന നിലയ്ക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന വലിയൊരു പ്രതിഭയുടെ സാന്നിധ്യം ഞങ്ങളെ അഭിമാനത്തോടെ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഹൈസ്കൂൾ കഴിഞ്ഞ സമയത്തൊക്കെ തന്നെ ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ച ഒരു അത്ഭുതം ഇന്നലെയാണ് എനിക്ക് തൊട്ടടുത്ത് കാണാനും മിണ്ടാനും ഒന്ന് കൈകൊടുക്കാനും സാധിച്ചത്. അതിന് കാരണം ജയരാജേട്ടൻ തന്നെയാണ്. എന്നത്തെയും പോലെ വളയത്തിൻ്റെ ഷൂട്ടിംഗ് പാലക്കാട് നടക്കുമ്പോൾ ചൈത്രം ഹോട്ടലിൽ ഞാനുണ്ടായിരുന്നു സർ. ഞാനത് പാലക്കാട് അക്കാഡമിയിലൊരു ഇൻ്റർവ്യൂവിന് വന്നായിരുന്നു. തൊട്ടപ്പുറത്തെ റൂമിൽ കൈതപ്പുറം സാറ്, ഹിസൈനസ് അബ്ദുള്ള ആണെങ്കിൽ വടകര തകർത്ത് ഓടുകയാണ്. പ്രമദവനം എന്ന പാട്ട് കേട്ടിട്ട് ഇപ്പോഴും ആ പാട്ട് മനസ്സിനൊരു വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ തൊട്ടപ്പുറത്ത് കൈതപ്പുറം സാറ്, ലോയി സാറൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ തൊട്ടപ്പുറത്തെ റൂമിൽ കൈതപ്പുറം സാറുണ്ട്. സാറിൻ്റെ ഇമ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പുറത്തുനിന്ന് പ്രമദവനത്തിൻ്റെ ഹമ്മിങ്ങൊക്കെ പാടുന്നുണ്ട്. പക്ഷേ അത് അദ്ദേഹം, കാരണം ആയിരക്കണക്കിന് എന്നെപ്പോലെ പാടുന്ന ആൾക്കാർ കേരളത്തിലുള്ളതുകൊണ്ട് 1000-ലൊരു ഹമ്മിങ്ങായിട്ട് അതും പോയി. പക്ഷേ ഇപ്പം കൈതപ്പുറം സാറിൻ്റെ കൂടെ കുറേ വർക്ക് പാടാനും കൂടെ ഇരുന്ന് എഴുതാനൊക്കെ ഉള്ള ഭാഗ്യമുണ്ടായി. വളരെ സന്തോഷം. പാനൂര് സാർ ഈ പറഞ്ഞിരിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി സാറും ലോഹി സാറും ലാൽ സാറൊക്കെ വന്ന പരിപാടിയിൽ പാട്ടിൻ്റെ കൂട്ടുകാരായിട്ട് കുറേ ആൾക്കാർ വന്നപ്പോൾ ആ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. പണ്ടൊക്കെ പാനൂരിൽ ഗാനമേളയ്ക്ക് വരുമ്പോൾ എൻ്റെ അമ്മ പറയും, പാനൂരും ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഗാനമേള എടുക്കണ്ട എന്നുള്ളത്. പക്ഷേ ഓരോ കാലത്തിനും ഓരോ അർത്ഥവും വ്യാഖ്യാനവുമാണ്. എനിക്ക് പ്രിയപ്പെട്ട കുറേ അനുഭവം തന്നെയാണ് പാനൂരുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇന്ന് വേദിയിൽ കടന്നു വന്നപ്പോൾ ഞാൻ ഹാഷിംജി കണ്ടപ്പോൾ എന്താ പറയുക, കീരിക്കാടൻ ജോസിനെ പോലെ ഹൈറ്റും വെയിറ്റും ഞാൻ കണ്ട സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചു, ഒരു പക്ഷേ സിബി സാറ് ഇനിയൊരു സിനിമയൊക്കെ എടുക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഉയരവും ശബ്ദമാണെങ്കിൽ ഗരിമയുള്ള ശബ്ദം, ശരിക്കും ഈ ശബ്ദമൊക്കെ എപ്പോഴായിരിക്കും ഒന്ന് എവിടെയെങ്കിലും ഉപയോഗിച്ച് വരിക? അങ്ങനെ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വലിയൊരു സങ്കടകരമായൊരു കാര്യം കേൾക്കേണ്ടി വന്നത്. സത്യം പറയാം, ലജ്ജ തോന്നിപ്പോയി ശരിക്കും. നമ്മൾ പ്രബുദ്ധം എന്നൊക്കെ പറയുന്ന വാക്കിനെ എനിക്ക് രാഷ്ട്രീയമൊന്നും അറിയില്ല കേട്ടോ, ഞാൻ ആ പരിപാടിക്കേ ഇല്ല. ആരായാലും ഇദ്ദേഹം ഈ നാടിലൂടെ 2 കാലിൽ 100 വർഷം ഇനിയും ഇങ്ങനെ നമ്മുടെ ഇടയിലൊക്കെ നടക്കുമ്പോൾ അതൊരു മറുപടി തന്നെയായിരിക്കും. ആരായാലും മാനുഷാദ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മളൊക്കെ ഇനിയും തിരിച്ചറിയണം. ഏത് ഇസങ്ങൾക്കപ്പുറത്ത് ജീവിക്കാനും നമുക്ക് സാധിക്കട്ടെ.
ഞാൻ പട്ടുറുമാൽ എന്ന മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിൽ 1ാം സ്ഥാനക്കാരനും അതിൻ്റെ പേരിൽ എനിക്ക് കോഴിക്കോട് ഒരു വീടും സമ്മാനം കിട്ടിയ ചെറിയൊരു പാട്ടുകാരനാണ്. അതിൻ്റെ കാര്യം ഞാനിവിടെ പറയാൻ പോകുന്നത്, മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യ പകുതിയിൽ മാപ്പിള എന്നുള്ള വാക്ക് തന്നെയാണ്. എനിക്കാണെങ്കിൽ അള്ളാ എന്ന് ഉച്ചരിക്കുവാൻ അറിയാത്തൊരാളും, അള്ളാ എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അത് ലാ എന്നാക്കാൻ എന്നെ പഠിപ്പിച്ചത് മലപ്പുറത്തുള്ള ഒരു ഉസ്താദ് എൻ്റെ നാട്ടിൽ മദ്രസയിൽ വർക്ക് ചെയ്യുമ്പം പറയുകയാണ്, പാട്ടൊക്കെ കൊള്ളാം, പക്ഷേ നിൻ്റെ ഉച്ചാരണം ശരിയാക്കണം. അങ്ങനെ ആ ഉസ്താദ് മദ്രസയിലെ ചില സമയങ്ങളിൽ വൈകുന്നേരം എന്നെ വിളിക്കും. ഞാൻ ആ സമയത്ത് പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ മലയാള അധ്യാപകനെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ മത്സരത്തിന് വെറുതെ ഒന്ന് കയറി പാടാൻ പോയതാണ്. 1000 കാതമകലയാണെങ്കിലും അതൊക്കെ പാടി. ആ പാട്ടേ എനിക്ക് അറിയായിരുന്നുള്ളൂ. പക്ഷേ പിന്നീടുള്ള മത്സരങ്ങൾ എനിക്ക് പാടാൻ പാട്ടില്ല. ആദ്യം തന്നെ തോറ്റു കൊടുക്കാൻ വേണ്ടി ഒരാൾ കുറഞ്ഞപ്പോൾ കയറി പാടേണ്ടി വന്നതാണ്. അതുവരെ പാടിയത് പ്രമദവനവും രാമകഥയും ദേവസഭാതലവും ഒക്കെ തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് മാപ്പിളപ്പാട്ടിൻ്റെ എക്സ്പീരിയൻസ് വരുന്നത്. അങ്ങനെ ആ പരിപാടിക്ക് പാടിയപ്പോൾ മലപ്പുറത്തിൻ്റെ ഉസ്താദ് മദ്രസയിൽ വിളിച്ച് എനിക്ക് അലിഫ്, ബാ, താ എന്ന അറബി അക്ഷരങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ നാടിൻ്റെ പ്രബുദ്ധതയെ, മത സ്നേഹത്തെ, ഇതൊക്കെ തൊട്ടറിഞ്ഞ ഒരു ചെറിയ പാട്ടുകാരനാണ്. അങ്ങനെയാണ് എനിക്ക് കോഴിക്കോട് ഒരു വീട് കിട്ടിയത്. അതുകൊണ്ട് പാനൂരായാലും കോഴിക്കോടായാലും ഈ അതിർവരമ്പുകൾക്കപ്പുറത്ത് എൻ്റെ കാലത്തെ പൂരിപ്പിച്ച സംഗീതത്തിന് എൻ്റെ ഭിക്ഷാപാത്രത്തിൽ പാട്ട് തന്ന ആ ഒരു കാലം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടത് തന്നെയാണ്. ഏതു വേദത്തിലുണ്ടന്യമതസ്ഥരെ സ്നേഹിക്കരുതെന്ന തത്വം, ഏതു വേദത്തിലുണ്ടന്യമതസ്ഥരെ ദ്രോഹിക്കണമെന്ന തത്വം ഗീതയിലുണ്ടോ ഉണ്ടോ? ഖുർആനിലുണ്ടോ ഉണ്ടോ? ബൈബിളിലുണ്ടോ? പറയൂ. ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊന്നും ആരെയും വെറുക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ കണക്ക് പുസ്തകത്തിൽ എവിടെയെങ്കിലുമൊക്കെ അത് വരാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളൊരാശംസയാണ് ഇന്നിൻ്റെ വേദിയിൽ, പ്രത്യേകിച്ചും ഈ അംഗഭംഗവേദനയിൽ എനിക്ക് ഈ വേദിയോട് പാടാനും പറയാനും തോന്നിയൊരു 4 വരി അത് തന്നെയാണ്. ഞാൻ അടുത്തത് ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ജലോത്സവത്തിൽ സിബി സാറിൻ്റെ ഒരു പാട്ട്, ഇന്നലെ ഞാൻ അവിടെ പാടിയത് പ്രമദവനം എന്ന പാട്ടായിരുന്നു. ഇന്ന് ജലോത്സവത്തിൽ BR പ്രസാദ് സാർ എഴുതിയ കേരളത്തിൻ്റെ മണ്ണും മനസ്സും ചൂടും ചൂരും അങ്ങനെ എന്താ പറയുക എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നനവുള്ള പാട്ട്, കതിരണിയുന്ന പാട്ട്, കായലിൻ്റെ പാട്ട്, അങ്ങനെ എല്ലാം ചേർത്ത് വെച്ച ഒരു പാട്ട് ഞാൻ പാടാൻ ശ്രമിക്കുകയാണ്. യതീന്ദ്ര മാഷ് പറഞ്ഞ എന്നെ പ്രകീർത്തിച്ച വാക്കുകളൊക്കെ എനിക്ക് പേടിയാണ്. കാരണം വലിയ വലിയ പ്രതിഭകളെ ചേർത്ത് നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് എൻ്റെ പാട്ട്, എൻ്റെ കുഞ്ഞു പാട്ട് നിങ്ങൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പാട്ട് നിങ്ങൾക്കറിയുന്ന പാട്ടാണ് എങ്കിൽ ചുണ്ടിൽ കൂടെ ചേരുക. ഒരു ഓണസ്മൃതിയായിട്ട് തന്നെ ഈ പാട്ടിനെ ഞാൻ സമർപ്പിക്കുകയാണ്. ഈ പാട്ട് കേരനിരകളാടും എന്ന പാട്ട്, ഇത് സാറിന് കൂടെ സമർപ്പിക്കുന്നു.
കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നരിയ നേരിനായി പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാം. കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. കണ്ണോടു തരിയുഴും മണ്ണുതിരും മണമോ, പെണ്ണിനു വിയർപ്പാലെ മധുമണമോ, ഞാറ്റോല പറ്റവള പൊന്നും തെളിക്കൊലുസ്, പെണ്ണിവർ കളമാറ്റും കളം മൊഴിയായി, കൊട്ടികൾ പകൽ നീളെ കിന കാണും, മുട്ടിടും അനുരാഗ കരൾ പോലെ, കണ്ണിനു നീവൾ പോലെ മനം തുടിക്കും പാടാം. കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. പൊന്നാര്യൻ കതിരിടും സ്വർണമണി നിറമോ, കണ്ണിനു കണിയാകും നിറ പറയോ, പെണ്ണാളു കൊയ്തു വരും കറ്റ നിറ പൊലിയായി, നെല്ലിറ നിറയേണം മനസ്സുപോലെ, ഉത്സവത്തുടിതാള് കൊടിയേറ്റം, മത്സരത്തിരവള്ള കളിയാട്ടം, പെണ്ണിനു മനമാകെ കളിയാട്ടം പാടാം. കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇളയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നരിയ നേരിനായി പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാം. കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. തെയ്തോ തെയ്തോ തിത്തൈതാരോ തെയ്തോ തെയ്തോ തിത്തൈതാരോ തെയ്തോ തിത്തൈതാരോ തെയ്തോ. താങ്ക് യു. ഇനി പ്രമദവനം മലയാള സിനിമയിൽ പ്രമദവനത്തിന് മുമ്പുള്ള ഒരു സിനിമാ ലോകവും പ്രമദവന് ശേഷമുള്ള ഒരു സിനിമാ ഗാനലോകവും ഞങ്ങൾ പാട്ടുകാരുടെ ഇടയിലുണ്ട്. ഒരു ഗായകനെ ഒരു പക്ഷേ അളന്നേക്കാവുന്ന അല്ലെങ്കിൽ ഇവൻ കൊള്ളാമോ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു മാനദണ്ഡമാവുന്ന ഒരു പാട്ടാണത്. ഈ പാട്ട് ഇന്നത്തെ ഈ ഒരു വേദിയിൽ എനിക്ക് ഇത്തിരി പേടിയുണ്ട് ഇന്നലത്തേക്കാൾ. കാരണം ശബ്ദം എവിടെയൊക്കെയോ എൻ്റെ വരുതിയിലില്ല, എങ്കിലും ശ്രമിക്കാം. റിയാലിറ്റി ഷോ ഒന്നും അല്ലല്ലോ, എന്നെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യില്ലല്ലോ. അഥവാ ഇടറിപ്പോയാൽ നേരത്തെ വന്ന പോലെ വന്നാൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഓക്കെ. പ്രമദവനം വീണ്ടും. അതിനു മുമ്പേ പ്രിയപ്പെട്ട കൈലാസ്ജിയെ ഞാൻ
വളരെ ബഹുമാനത്തോടെ കാണുന്നു. 3 വർഷം സമഗ്ര എന്ന പേരിൽ അർത്ഥപൂർണ്ണ സമഗ്രം ഇവിടെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ള ആൾക്കാരെയും ഈ മനോഹരമായ വേദിയിൽ കൊണ്ടുവരുന്ന ആ വലിയ ചിന്തയുണ്ടല്ലോ, അതായിരിക്കാം സമഗ്ര. പക്ഷേ അതിനകത്തൊരു സംഗീതത്തിൻ്റെ ചേർപ്പുണ്ട്. സമഗരി, സമഗ്ര, ഗരി. ഈ അക്ഷരം അറിയാതെ അതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൊരു സൗന്ദര്യ സംഗീതമുണ്ട് എന്നുകൂടെ തോന്നുന്നു. വളരെ സന്തോഷം. അതൊക്കെ വന്നു ചേരുന്നതാണ്, സമഗ്രയിലെ സംഗീതമാണത്. അത് ഇവിടെയുണ്ട്. ഇവിടെയുള്ള ഈ ചേർത്ത് നിർത്തലിൽ അതൊക്കെ കാണുന്നുണ്ട്. മാധ്യമങ്ങളെപ്പറ്റി പറഞ്ഞു, ജനപക്ഷത്താണെന്നുള്ളത്. അതുപോലെ കൃഷ്ണേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു കലാസാംസ്കാരിക സംഘടനയുടെ ഒരു ഡയറക്ടറാണ്. 700-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ 10-20 സ്റ്റാഫൊക്കെ ഉള്ള. അവിടെ ഒരിക്കലും ബ്രിട്ടീഷ് പാർലമെൻറ്റ് MP വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ പല കലാചാരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം പത്രത്തിൽ ന്യൂസൊന്നുമില്ലായിരുന്നു. പിറ്റേ ദിവസം ന്യൂസ് വന്നത് പേരാമ്പ്ര കൂരാച്ചുണ്ടിൽ പന്നി ആരെയോ കുത്തിയതും ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു UP സ്കൂളിൻ്റെ ബാത്റൂമിനടുത്തുള്ള മതിൽ ചെരിഞ്ഞ് വീണ ഫോട്ടോ ആയിരുന്നു. ഞാൻ വിചാരിച്ചു ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ MP ഒക്കെ വന്നൊരു സ്ഥാപനത്തിലെ ഫോട്ടോ വരികയായിരിക്കും. പക്ഷേ വന്നില്ല. അപ്പോൾ അങ്ങനെ ഈ സ്വലയിൽ നിന്നും മാപ്രയിലേക്ക് പോകുന്ന ആ യാത്രക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു സ്വത്വത്തെ തിരിച്ചെടുക്കുവാൻ ഈ സമഗ്രയ്ക്ക് സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. അതിൻ്റെ തേരാളിക്ക് എൻ്റെ ആശംസകൾ. പ്രമദവനം പാടാം സാറേ. ഹമ്മിങ് ബോളി ഒത്തിരി കുറച്ചുള്ളൂ ട്രാക്കിൻ്റെ. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ശുഭസായാനം പോലെ, ശുഭസായാനം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ
കഥയിൽ യമുനയിൽ ഒരു വനമലരായൊഴുകിയ ഞാൻ ഏതേതോ കഥയിൽ യമുനയിൽ ഒരു വനമലരായൊഴുകിയ ഞാൻ യദുകുല മധുരിമ തഴുകിയ മുരളിയിൽ ഒരു യുഗ സംക്രമ ഗീതയുണർത്തുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ സരയുവിൽ ഒരു ചുടുമിഴി നീർക്കണമായി ഞാൻ ഏതേതോ കഥയിൽ സരയുവിൽ ഒരു ചുടുമിഴി നീർക്കണമായി ഞാൻ കവിയുടെ ഗാനരസാമൃതലരിയിൽ ഒരു നവകനക കിരീടമിതണിയുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കൊമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. താങ്ക് യു, താങ്ക് യു. കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്. അലീന 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 അലീന. കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ പുള്ളോർക്കുടം കേണുറങ്ങി ഒരു കുഞ്ഞു പാട്ടായി വിതുമ്മി കാട്ടു പൂഞ്ചോല എന്തോ തിരഞ്ഞു ആരെയോ തേടി തിരഞ്ഞു കാറ്റുമൊരു പാടുനാളായലഞ്ഞു പൂന്തെന്നലിൻ പൊന്നോളമായി ഒരു പാഴ്ക്കിരീടം മറഞ്ഞു കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെയൊരുങ്ങുന്ന മൗനം. ആ വാക്ക് പെടഞ്ഞു വന്നൊരു വാക്കാണ്. ദുഃഖത്തിൽ തുണയാവാൻ വെറുതെ ഒരുങ്ങുന്ന മൗനം. ഇവിടെ ആരാണ്? സിബി സാറാണോ, കൈതപ്ര സാറാണോ, ജോൺസൺ മാസ്റ്ററാണോ,
പാടി MG സാറാണോ മത്സരിക്കുന്ന അറിയുന്നില്ല. കാരണം ദുഃഖത്തിൽ തുണ പോകാൻ വേണ്ടിയിട്ട് മൗനം വെറുതെ ഒരുങ്ങുക എന്ന് പറയുന്ന ആ മൗനത്തിൻ്റെ ഒരു തോന്നലുണ്ടല്ലോ. ഇങ്ങനെ ഞാൻ ഇത്രയും പാട്ടുകൾ നമ്മൾ സിബി സാറിൻ്റെ കാലിൽ വെച്ച് ഒരു വലിയൊരു നമസ്കാരം നടത്താൻ സാർ. കാരണം ഇത് വേദിയിൽ തോന്നിയ ഒരു വൈകാരികത കൊണ്ടല്ല, വർഷങ്ങൾക്ക് ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ട ഒരു ധന്യ നിമിഷമാണിത്. കാരണം ദേവസഭാതലം രാഗിലമാകുവാൻ നാദ മയൂഖമേ സ്വാഗതം. നല്ല തറവാട്ടുള്ള കുട്ടികളെ കണ്ടാൽ അറിയാമെന്ന് പറയാറുണ്ട്. അതേപോലെ സിനിമ ഇറങ്ങി റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രാണൻ അതിലെ പാട്ടുകൾ തന്നെയായിരിക്കാം ഒരു പക്ഷേ. ഇപ്പം കിരീടം എന്ന പാട്ട് ഒറ്റപ്പാട്ടിലൂടെ, സിനിമ ഒറ്റപ്പാട്ടിലൂടെ നമുക്കൊരു ആ കണ്ണീർ പൂവിൻ്റെ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ആ സിനിമ മൊത്തം നമുക്ക് വേദനിച്ച് കടന്നു പോവുകയാണ്. ഇത്തരം സിനിമകൾ ഉണ്ടാവാൻ കാരണം അതിൻ്റെ സംവിധായകൻ അതിനകത്ത് സന്ദർഭമൊരുക്കിയത് കൊണ്ട് തന്നെയാണ്. നമ്മൾ ഈ കേട്ട പാട്ടുകളൊക്കെ തന്നെ ഇങ്ങനെ അന്തസ്സുള്ള പാട്ടുകൾ നമുക്ക് നല്ല വരികളിൽ ചിട്ടപ്പെടുത്തി നല്ല സംഗീത സംവിധാനത്തിൽ നല്ല ഗായകരാൽ നമുക്ക് പാടി കേൾക്കാനുണ്ടായത് ഇങ്ങനെ ദീർഘവീക്ഷണമുള്ള അന്തസ്സുള്ള ഒരു സംവിധായകനുള്ളത് കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ആ കഥാസന്ദർഭങ്ങളിൽ ആ പാട്ടിൻ്റെ സന്ദർഭം ഇല്ലെങ്കിൽ നമുക്ക് ഈ പാട്ടുകളൊന്നുമില്ല. അപ്പോൾ ഈ പാട്ടുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഔദാര്യമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഞാൻ ഇത്രയും പറയുന്നത് ഇതൊക്കെ പാടിയിട്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപനം രാജിവെച്ച് നീ ഇതിന് തന്നെ പൊയ്ക്കൊള്ളൂ എന്ന് പറയാൻ എന്നെ പ്രേരിപ്പിച്ച, എന്നെ പാട്ടുകാരനാക്കിയ ഒരു വലിയ കലാകാരന് മുമ്പിൽ ഇതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. അശക്തനാണ് എൻ്റെ ഭാഷയും പാട്ടും. ഒരു കൊലപാതകിയെ അല്ലെങ്കിൽ ഒരു വില്ലനെ കാണിക്കുവാൻ പാട്ടുകൊണ്ട് തുടക്കം കുറിച്ച ഒരു സിനിമ. ആ പാട്ടൊന്ന് കേൾക്കാം. തൂബടി മാഷാ അല്ലാ. നമുക്ക് മമ്മൂക്ക മുംബൈയിൽ പോയി കാണിച്ചു കൊടുക്കുകയാണ് ആരാണ് കൊല്ലാൻ വരുന്നത്. അപ്പോൾ ലാൽ സാറിൻ്റെ ആ അബ്ദുള്ള എന്ന കഥാപാത്രം അവിടുന്ന് ഒരു ഹിന്ദുസ്ഥാനി ടച്ചുള്ള ഒരു കവാലി സോങ് പാടുകയാണ് അവിടെ. അതെങ്ങനെയൊക്കെ അവതരിപ്പിക്കാമായിരുന്നു ഒരു സംവിധായകൻ എന്ന് ആലോചിച്ച് പോയിട്ടുണ്ട്. അവിടെ പാട്ടിലൂടെ അദ്ദേഹത്തെ കൊണ്ടുവന്നു. ശരി, നമുക്ക് കേൾക്കാം. ഇതിൻ്റെ കോറസ് എല്ലാം കൂടി ചേർന്ന് പാടണേ. खुदा से आरज़ू मेरी कभी ये रात न गुजरे, मोहब्बत का हर एक लम्हा, मोहब्बत का हर एक लम्हा तेरी बाहों में अब गुजरे. ഒന്ന് കൈയടിക്കാമോ ഇതിന് കൂടെ? तू बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा जलवा सुबहान अल्लाह, कभी शबनम कभी शोला, मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना. तू बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा जलवा सुबहान अल्लाह, कभी शबनम कभी शोला, मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना. हम है तेरे आशिक, किस बात का शर्माना, किस बात का शर्माना, तो सीने से लगा ले ना चलेगा बहाना, ना चलेगा बहाना. हुस्नुल लाजवाब है, हुस्नुल लाजवाब है, खुली हुई किताब है, खुली हुई किताब है, पर्दा सरकाना वो जलवा दिखलाना. हम नहीं
दे गाने मानिया न माने हम तेरे दीवाने तू बड़ी माशाअल्लाह कहे अब्दुल्ला तेरा जलवा सुभान अल्लाह कभी शबनम कभी शोला मैं मजनू तू है मेरी लैला दे दे दिल का प्यारा नजराना जाम जवानी का तू होठों से पिला दे रंग भरी महफिल में तू गुल नया पिला दे ये अदा ये कमाल है ये हुनर बेमिसाल है जाम जवानी का तो होठों से पिला दे तू होठों से पिला दे रंग भरी महफिल में तू दुल नया पिला दे तू गुल नया पिला दे ये अदा ये कमाल है ये अदा ये कमाल है ये हुनर बेमिसाल है ये गुण बेमिसाल है ये समान सुहाना और अरमान मिठाना हम नहीं अनजाने मानिया न माने हम तेरे मस्ताने तो बड़ी माशाअल्लाह कहे अब्दुल्ला तेरा जलवा सुभान अल्लाह कभी शबनम कभी शोला मैं मजनू तू है मेरी लैला दे दे दिल का प्यारा नजराना താങ്ക് യു വേദി മറ്റു പരിപാടികൾക്കായി വിട്ടുകൊടുക്കുകയാണ് പല നാളലിഞ്ഞ മരു യാത്രയിൽ ഇത് നമുക്ക് എല്ലാവർക്കും പാടി സാറിന് കൊടുക്കണം ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ മിഴികൾക്കു മുൻപിലിതളാർന്നു നീ വിരിയാനൊരുങ്ങി നിൽക്കയോ വിരിയാനൊരുങ്ങി നിൽക്കയോ ഒരു രാത്രി കൂടി വോളിയം പ്ലീസ് ഒരു രാത്രി കൂടി ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഒരുപാട് സന്തോഷം സർ, ഒരുപാട് സന്തോഷം. ഞാൻ ഇന്നിനെ ബഹുമാനിക്കുന്നു, കാലത്തെ വിശ്വസിക്കുന്നു. ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എനിക്ക് നമ്മുടെ ആൽക്കമിസ്റ്റിൽ പറഞ്ഞ പോലെ കാലം എനിക്ക് ആ ദിവസം തന്നു. 2 ദിവസം, ഒരു ദിവസം ഞാൻ ആഗ്രഹിച്ചത്, ഒരു ദിവസം ക്രൗൺ പ്ലാസയിൽ വേറൊരു പടത്തിൻ്റെ ഒരു വർക്ക് കാര്യമായി ബന്ധപ്പെട്ട് സാറിനെ അവിടെ കണ്ടിരുന്നു. ഞാനിങ്ങനെ പോയി ചിരിച്ചു. എൻ്റെ വിചാരം എന്നെ വലിയ പരിചയം ഉണ്ടാകുന്ന, കാരണം നമുക്കറിയില്ലല്ലോ. ഞാൻ ചിരിച്ചു. അപ്പോൾ സാറിന് 1000-1 ചിരി. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ അറിയില്ലല്ലോ, ഞാൻ എന്തിനാ ചിരിക്കുന്നത്, മാറി നിന്നു. പക്ഷേ ഇന്ന് ഉള്ളറിഞ്ഞൊരു ചിരി. താങ്ക് യു സർ. വിളിച്ചതിന് നന്ദി പറയുന്നില്ല. ഇനിയും വരാൻ ആഗ്രഹിച്ചുകൊണ്ട് കൈലാസിയുടെ വേദി എന്നും സമ്പന്നമാവട്ടെ ഇതുപോലുള്ള ധന്യാത്മാക്കളെ കൊണ്ട്. വളരെ സന്തോഷം, സ്നേഹം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.